ഷീബാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് എല്ലാ ദിവസവും ടൈസണെ നടക്കാൻ കൊണ്ടുപോകുന്നത്. 3 പ്രാവശ്യം കൊണ്ടുപോകും, രാവിലെ വൈകിട്ട് രാത്രി. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം പോകുമ്പം കുറേ സമയം എടുക്കും കേട്ടോ. ഒരു 1/4 മണിക്കൂർ നടക്കും. മെയിൻ റോഡിലൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഞാനും കുറച്ച് നേരം ഒന്ന് നടക്കും. കുറച്ച് ദിവസം മുന്നേ വരെ രാവിലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പം രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. അതുകൊണ്ട് വൈകുന്നേരം അവർ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് നടക്കും. ഒരുപാട് പേര് വെയിറ്റ് ലോസ് വീഡിയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സമയമായിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ ഒത്തിരി വണ്ണമൊന്നും കുറഞ്ഞിട്ടില്ല. കുറച്ച് കുറഞ്ഞു. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊരു ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, പറ്റുന്നിടത്തോളം നേരത്തെ ചെയ്യാം. ഇപ്പോൾ ടൈസൻ്റെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് അവൻ എത്തിയിട്ടുണ്ട്. ഇനി അവന് ഫുഡ് കൊടുക്കാനുള്ള സമയമാണ്. വൈകിട്ട് ഒരു 6 അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുഡ് കൊടുക്കാറില്ല. അപ്പോൾ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ അലക്കിയിട്ട ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അവൻ്റെ ഡ്രസ്സെല്ലാം സാധാരണ അവൻ തന്നെയാണ് മടക്കി വെക്കുന്നത്. പിന്നെ നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ മോളുടേതും കൂടിയൊക്കെ മടക്കി വെക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഡിന്നർ ഉണ്ടാക്കണം. ഇന്ന് പാസ്തയാണ്. കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് മാക്കറോണി പാസ്ത. അപ്പോൾ അത് വെച്ചിട്ട് എഗ് മാക്കറോണി, മുട്ട മാക്കറോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് കോട്ടയത്തിന് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധിക സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഈ ആഴ്ച. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പാസ്തയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാസ്ത വേവാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടാതെയും പാസ്ത വേവിക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിന് അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിറയെ ഉപ്പിട്ട് കൊടുക്കാം. പാസ്തയിൽ ആവശ്യത്തിന് പിടിക്കണം, അതിനായിട്ടാണ് ഒരല്പം ഉപ്പ് കൂടുതൽ ഇടുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു 2 കപ്പ് പാസ്ത, മാക്കറോണി പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് ചേർക്കുമ്പോൾ ഒരു 4 പേർക്കൊക്കെ, 3 അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും ഉണ്ടാവും. ഇതിനെ വേവിച്ചെടുക്കാം. പാസ്ത വേവിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് കുഴഞ്ഞു പോകരുത്, ഓവറായിട്ട് കുക്കാവരുത്. കറക്റ്റ് വേവായിരിക്കണം. ഒരു 5 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ ഇത് റെഡി ആവാനായിട്ട്. സമയം ഇരുട്ടി. ടൈസൺ അവിടെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽപ്പുണ്ട്. ഇത് നമ്മൾ ടൈസണായിട്ട് വെച്ച ഡോറാണ് കേട്ടോ. അവനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റാറില്ല കേട്ടോ. സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത് എപ്പോഴും. പക്ഷെ നമ്മൾ ഫ്രണ്ട് ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവ മാത്രം പുറത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര വികൃതിയാണ്. അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കടിച്ച് നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ച ഡോറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ട് ഡോറ് എപ്പോഴും തുറന്നിടാം. അപ്പോൾ കുട്ടികളൊക്കെ ലിവിങ് റൂമിൽ തന്നെ ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇത് ശരിക്കും സ്റ്റെപ്പിലൊന്നും കുഞ്ഞു കുട്ടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഡോറാണ്. അപ്പോൾ ഞാനിനി അടുത്തത് പാസ്തയ്ക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മളത് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ പാസ്ത വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റ് എടുക്കുള്ളൂ. കറക്റ്റ് വേവാണ്. ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഊറ്റിയെടുക്കാം. പാസ്ത ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണേ. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെള്ളമല്ല, നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടുതൽ വേവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ മസാലയ്ക്കായിട്ട് ഒരു 3 ചെറിയ സവോള, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് വെന്താൽ മതി. ഒരു പച്ചപ്പ് ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ പക്ഷേ ഒന്നുമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ സവോള ഇതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പം പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പാസ്തയ്ക്ക് ആകുമ്പം ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല, ചെറിയൊരു ഫ്ലേവർ മതി. അപ്പോൾ എല്ലാം ഇട്ടു. ഇനി ഈ പൊടികളുടെ ഒരു പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. ഞാൻ സോസാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ഒരു അല്പം വെള്ളം ഒഴിക്കാം. വെള്ളം കൂടിപ്പോണ്ട. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചാൽ മതി. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുവാണ്. അപ്പോൾ എല്ലാം കൂടി 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നിങ്ങൾ നോക്കി ഒഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ പാസ്ത വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ സോസിലും കുറച്ച് ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനി ഒത്തിരി സമയം വേവിക്കൊന്നും വേണ്ട. സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, അത് മതി. ഇനി ഇതിനകത്തേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിതൊരു 4 പേർക്ക് ഉള്ള കണക്കിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് 4 മുട്ട എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുട്ടയുടെ അളവ് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒന്ന് ചിക്കിയെടുക്കാം. സാധാരണ നമ്മൾ മുട്ട ചിക്കുന്ന പോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണ്ട. കുറച്ചൊന്ന് മുട്ട നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ മതി. കാരണം പാസ്ത ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പാസ്തയിലും കൂടി കുറച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്ന പരുവത്തിൽ മതി. ഇതുപോലെ, ഇതിൽ കൂടുതൽ ഡ്രൈ ആവണ്ട. ഇനി ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സോസ് ചേർത്ത് കൊടുക്കാവേ. ടൊമാറ്റോ സോസ് ചേർക്കാം, അല്ലെങ്കിൽ ഈ പിസ്സ പാസ്ത സോസ് ഉണ്ടല്ലോ, അത് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പം ഒന്നും ചേർക്കുന്നില്ല, ഇതുപോലെ തന്നെ ഉണ്ടാക്കുവാണ്. അതുപോലെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒക്കെ അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാസ്ത റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഡിന്നറായിട്ടൊക്കെ റെഡിയാക്കാം. കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ, എഗ് മാക്കറോണി. ഞാൻ പക്ഷേ ഇതിനകത്തുനിന്ന് കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ ജസ്റ്റ് ടേസ്റ്റ് മാത്രമേ നോക്കാറുള്ളൂ. ലഞ്ചിനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഡിന്നറിന് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ എനിക്കിപ്പം മടിയല്ല, പേടിയാണ്. പോയ വണ്ണമൊക്കെ അതുപോലെ തിരിച്ചു വരും. കാരണം നമ്മൾ ഈ നടക്കുന്നതൊക്കെ ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കഴിക്കാറില്ല. ഇന്ന് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതാണ് കൂടുതൽ കഴിച്ചത്. നല്ല വിശപ്പുള്ള ദിവസമാണെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇന്നിപ്പം വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു. ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ ടൈസണ് രാത്രി നടക്കാൻ കൊണ്ടുവന്ന സമയമാണ്. ഒരു 9 മണിയൊക്കെ ആകുമ്പം അവനെ കുറച്ച് നേരം ഒന്ന് നടത്തും. ഒരു 10 മിനിറ്റ് പുറത്തൊക്കെ ഒന്ന് നടത്തിയിട്ടാണ് കൂട്ടിൽ കയറ്റുന്നത്. എനിക്കിനി കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്. അന്ന് കുക്കിംഗ് കുറവായിരുന്നുകൊണ്ട് പാത്രങ്ങളും കുറവാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കഴിയും.
പിന്നെ കിടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ദിവസവും റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടും കേട്ടോ. കാരണം കുട്ടികളുള്ളപ്പം എന്തായാലും കുറേ വലിച്ചു വാരി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ഞാൻ അവർ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ട് തന്നെ കുറച്ചൊക്കെ എടുത്ത് വെപ്പിച്ചതാണ്. അല്ലെങ്കിൽ കുറേ ടോയ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാനാണേലും എപ്പോഴും അങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. എനിക്ക് അതൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാത്രി ഞാൻ ചെയ്യുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഡൈനിങ് റൂമും ഹോളും 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ, അതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ജോലി കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ എനിക്ക് മടിയാണ്. അപ്പോൾ അതിങ്ങനെ കൂടി അവിടെ കിടക്കും. അപ്പോൾ ആകെ വൃത്തികേടാവും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി ഞാനിത് ചെയ്തിട്ട് കിടക്കുന്നത്. ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പണിയെല്ലാം കഴിയുകയും ചെയ്യും. പിന്നെ ഒരുപാട് പേര് ക്ലീനിങ് വീഡിയോസൊക്കെ ചോദിക്കാറുണ്ട്. ഈ കാണുന്നത് തന്നെയാണ് എൻ്റെ ക്ലീനിങ്. പിന്നെ ഇവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു ചേച്ചി വരും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ബാക്കി ഇതുപോലെ എല്ലാ ദിവസവും രാത്രി ഞാൻ ക്ലീൻ ചെയ്തിടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് ചിലർ. എനിക്ക് ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ വീട് എല്ലാം ക്ലീൻ ചെയ്തു. പക്ഷേ എൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്ത് പോകുന്നത് കൊണ്ട് ഒരാഴ്ച അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിടണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ്റർനെറ്റൊന്നും നേരെ കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പണികളുണ്ട്. അപ്പോൾ രാത്രി ഇരുന്ന് അത് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ എഡിറ്റ് ചെയ്തു. ഇനിയും കുറേ ബാക്കിയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സമയം 12:30 ചില ദിവസം 2 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പം അതിനുള്ള സ്റ്റാമിന ഇല്ല, അതുകൊണ്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.